ഏലപ്പാറ ടൗണിൽ മുസ്ലിം പള്ളി ജംഗ്ഷനിൽ പ്രധാന പാതയോരത്ത് നിർമ്മിച്ച ഓട സ്ലാബിട്ട് മൂടാത്തതിനാൽ ദുർഗന്ധത്താൽ പ്രദേശവാസികൾ പ്രതിസന്ധിയിൽ. ഓടയിൽ നിന്നുണ്ടാകുന്ന അസഹനീയമായ ദുർഗന്ധം സമീപവാസികൾക്കും വാഹന കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ടൗണിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യമാണ് ഈ ഓട വഴി ഒഴുകിയെത്തുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് ഓട. ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്തു നിന്നടക്കം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകിവിടുന്ന മലിനജലമാണ് ഈ ഓട വഴി ഒഴുകി പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഓട മികച്ച രീതിയിൽ നിർമ്മിച്ചെങ്കിലും ഇത് സ്ലാബിട്ട് മൂടാനുള്ള നടപടി ഉണ്ടായില്ല. ഇതാണ് പ്രദേശവാസികൾക്കും വാഹന കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. കൂടാതെ ഓടയ്ക്ക് സമീപത്തായി നീണ്ടു നിൽക്കുന്ന കോൺക്രീറ്റ് കമ്പികൾ അറുത്തുമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിലവിൽ മലിനജലമൊഴുകി സാംക്രമിക രോഗഭീഷണിയിലാണെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ കൊതുകുകൾ വലിയ രീതിയിൽ മുട്ടയിട്ട് പെരുകുന്നതിന് കാരണമാകുന്നതായും പറയുന്നു. ഏലപ്പാറ മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോയിരിക്കുന്ന ആ ഓട ഭയങ്കരമായ നാറ്റമാണ്. ഓടയിൽ നിന്നും ഭയങ്കരമായ നാറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമയാകുന്നു ഏലപ്പാറയിലെ നിവാസികൾ. അതുപോലെ തന്നെ അവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, മുസ്ലിം പള്ളിയുണ്ട് ഫ്രണ്ടിൽ. അതെല്ലാം ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. നാറ്റമാണ്, ഭയങ്കരമായ നാറ്റമാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഓട മൂടിയില്ലല്ലേ? ഓട മൂടുകയും ചെയ്യണം. ഓട മൂടി അത് ക്ലിയർ ആക്കണമെന്ന് ഞങ്ങൾ താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ്. പകൽ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നതും. അധികൃതരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഓട മൂടാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.